അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് രണ്ട് കാര്യമാണ്. ഒന്ന് ദ ലിറ്ററേച്ചറും ഒന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചിരുന്ന സബൽട്ടേണിൻ്റെ ഒരു ബാക്കിയായിട്ട്. നമ്മൾ ഇതിൽ പറയുന്നത് കൊളോണിയൽ ലാറ്റിൻ അമേരിക്ക ഒരു ഉദാഹരണമാണ്. ലാറ്റിൻ അമേരിക്കയ്ക്ക് ഒരുപാട് കാലം സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയൊക്കെ അടിമത്തത്തിലായിരുന്നു കഴിഞ്ഞുകൂടിയിരുന്നത്. അപ്പോൾ അവിടെ സബൽട്ടേൺ എന്നുള്ളത് മസ്റ്റ് യൂട്ടിലൈസ് ഫിൽറ്റേഴ്സ് ഓഫ് റിലീജിയൻ ആൻഡ് സെർവിറ്റ്യൂഡ് ഇൻ ദർ ലാംഗ്വേജ്. ഈ സ്പെയിനുകാരുടെ ഭാഷയും അവർക്ക് വിധേയത്വമാണ് എന്നത് കുറിക്കുന്ന അടയാളങ്ങളുമൊക്കെ അവരുടെ ജനങ്ങൾ കാണിക്കേണ്ടിയിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ചരിത്ര വസ്തുത, ബ്രസീലിലൊക്കെ ഭാഷ എന്താ പോർച്ചുഗീസ്, സ്പാനിഷാണ്. ബ്രസീലിയൻ ഭാഷയല്ല, ഈ ഭാഷയാണ്. അത് അവിടെ അടക്കി ഭരിച്ചിരുന്ന സ്പെയിനുകാരുടെയും പോർച്ചുഗീസുകാരുടെയും അനന്തരഫലമായിട്ടാണ്. അപ്പോൾ സ്പെയിനിഷ് ഓപ്രസൈസിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? സ്ലൈവ്സ് ആൻഡ് നാറ്റീവ്സ് വുഡ് മാസ്ക് ദെയർ ഓൺ വോയിസ്. ഈ അവിടെയുള്ള ആളുകൾ അവരുടെ വോയിസ് എന്ത് ചെയ്യണം? അത് മറച്ചു വെച്ചിട്ട് സ്പെയിൻ ഇമ്പീരിയലിസ്റ്റ് കൾച്ചറിനെ ഉൾക്കൊള്ളണം. അപ്പോൾ 1600-കളിൽ ഫ്രാൻസിസ്ക ഡി ഫിഗറോവ എന്ന ഒരു സ്ത്രീ, അവർ ഒരു ആഫ്രിക്കൻ വുമണാണ്, പക്ഷേ എൻസ്ലേവ്ഡാണ്. സ്പാനിഷിലാണ്, ഇപ്പോൾ സ്പെയിനിലാണ് താമസിക്കുന്നത്. അവരൊരു പെറ്റീഷൻ കൊടുക്കുകയാണ്, റിക്വസ്റ്റിംഗ് പെർമിഷൻ ജോയിൻ ഹെർ എൻസ്ലേവ്ഡ് ഡോട്ടർ ഇൻ അമേരിക്ക. അമേരിക്കയിലുള്ള എൻസ്ലേവ്ഡായ തൻ്റെ മകളടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ആഫ്രോ ഇബീരിയൻ വുമൺ, ഇബീരിയൻ എന്ന് പറഞ്ഞാൽ പോർച്ചുഗൽ, സ്പെയിനൊക്കെ ഉൾക്കൊള്ളുന്ന ഏരിയക്കാണ് ഇബീരിയൻ പെനിൻസുല എന്ന് പറയും. അവിടെ ഉള്ള ഈ സ്ത്രീ അവളുടെ ആഫ്രിക്ക എന്നുള്ള മാതൃഭാഷ മറച്ചു വെച്ചിട്ട് സ്പാനിഷ് ഭാഷ സംസാരിക്കുവാനും സ്പാനിഷ് കൾച്ചർ ഉയർത്തിപ്പിടിക്കുവാനും നിർബന്ധിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ പറഞ്ഞാലേ അവരെ വോയിസ് കേൾക്കുകയുള്ളൂ. അപ്പോൾ ആഫ്രിക്കയും സ്പെയിനൊന്നും വലിയ ദൂരമല്ല, നമുക്ക് മാപ്പ് എടുത്ത് പരിശോധിച്ചാൽ അറിയാം. ഈ മൊറോക്കോ, അൾജീരിയ, ഈജിപ്ത് ഇതാണ് ആഫ്രിക്കൻ്റെ നോർത്ത് ഭാഗം. അവിടുന്ന് കടൽ കഴിഞ്ഞാൽ നേരെ പോർച്ചുഗൽ, സ്പെയിനിലേക്ക് എത്തുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ മൊറോക്കയിൽ നിന്ന് ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ ഫെറി സർവീസ് ബോട്ടിലൂടെ പോയാൽ നമുക്ക് എവിടെ എത്താം? സ്പെയിനിലെത്താം. അപ്പോൾ അത്രയും അടുത്താണ് സംഭവം. അതുകൊണ്ട് തന്നെ കടൽ മാർഗത്തിൽ സ്പെയിനുകാരും പോർച്ചുഗീസൊക്കെ വളരെ അഗ്രഗണ്യരായിരുന്നു. കടലിലൂടെ വന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് പതിവായിരുന്നു. ഇനി അതാണ് ഒരു ലാറ്റിൻ അമേരിക്കൻ്റെ ബേസിലുള്ള ഒരു സബൽട്ടേൺ ചർച്ച. സ്പിവാക്ക് ആൻഡ് ബെൽ ഹുക്സ്, നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത ആളാണ് സ്പിവാക്ക്. ബെൽ ഹുക്കും ഒരു അമേരിക്കൻ ഓതറാണ്, 1982 ജനിച്ച ആളാണ്. അവർ ക്വസ്റ്റ്യൻ ദ അക്കാഡമിക് എൻഗേജ്മെൻറ്റ് വിത്ത് അതർ, നമ്മൾ മുമ്പ് സംസാരിച്ച അതർ എന്നുള്ള ടേമിന് ചർച്ച ഒന്ന് വിശകലനം ചെയ്യണം. സബൽട്ടേൺ എന്നുള്ളത് അക്കാഡമിക് ലെവലിൽ, ഇപ്പോൾ ഒരാൾക്ക് ഒരു സബൽട്ടേൺ എഴുത്തുകാരൻ അക്കാഡമിക് ലെവൽ ഉയരണമെങ്കിൽ എന്ത് ചെയ്യണം? അയാളുടെ ഐഡൻറ്റിറ്റിയിൽ നിന്ന് മാറി നിന്ന് വെസ്റ്റേണൈസിൻ്റെ അല്ലെങ്കിൽ ഈ കൊളോണിയലിസ്റ്റ് കൺട്രികളുടെ ആ കൾച്ചറും സ്വാധീനവും സ്വീകരിക്കേണ്ടതുണ്ട്. ഒരു അക്കാഡമിക് ജനറലി ചെയ്യുന്നത് സബൽട്ടേണിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ മൂന്നാം കിട രാജ്യങ്ങളുടെ ആളുകളുടെ എക്സ്പീരിയൻസൊക്കെ അറിയാൻ ശ്രമിക്കുക, എന്നിട്ടത് വിശദീകരിക്കുക. അത് വിശദീകരിക്കുമ്പോൾ ഇവർ ഉൾക്കൊണ്ടുകൊണ്ടല്ല അത് വിശദീകരിക്കുന്നത്. അവർ ഒരു സബൽട്ടേൺ ആയ ആളുടെ അനുഭവങ്ങളും വിചാരങ്ങളും അയാളുടെ ജീവിത യാഥാർത്ഥ്യങ്ങളുമൊക്കെ അയാളിൽ നിന്ന് ചോദിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? അതാണ് എഴുതി പിടിപ്പിക്കുകയാണ്. അപ്പോഴുള്ളൂ ലോകം അത് അംഗീകരിച്ചു കൊടുക്കുക. അല്ലാതെ സബൽട്ടേണായ ഒരാൾ ഇത് എഴുതുമ്പോൾ ലോകം അംഗീകരിക്കുന്നില്ല. സബോർഡിനേറ്റഡ് സബ്ജക്റ്റ് ഗീവ്സ് അപ്പ് ദി നോളേജ് ഫോർ ദി യൂസ് ഓഫ് വെസ്റ്റേൺ അക്കാഡമി. അപ്പോൾ സബൽട്ടേൺ എത്ര ഉയർന്ന ആളാണെങ്കിലും, വിജ്ഞാനം കൊണ്ട് ഉയർന്ന ആളാണെങ്കിലും അത് ഒഴിവാക്കിയിട്ട് വെസ്റ്റേൺ അക്കാഡമിക്സിൻ്റെ മുമ്പിൽ അയാൾ എന്ത് ചെയ്യണം? താഴ്ന്നു നിൽക്കണം. അപ്പോഴേ അയാൾ അംഗീകരിക്കപ്പെടുള്ളൂ. അതുകൊണ്ടാണ് അതിനെ പറയുന്നത്, നോ നീഡ് ടു ഹിയർ യുവർ വോയിസ് വെൻ ഐ ക്യാൻ ടോക്ക് അബൌട്ട് യു ബെറ്റർ ദാൻ യു ക്യാൻ സ്പീക്ക് അബൌട്ട് യുവർ സെൽഫ്. ഒരു വെസ്റ്റേൺ പറയാണ് സബൽട്ടനോട്, നിൻ്റെ സ്വരം നീ പറയണ്ട, അത് എനിക്ക് വളരെ മനോഹരമായിട്ട് പറയാൻ പറ്റും. നിന്നെ ജനങ്ങൾ എന്നിലൂടെ കേട്ടാലാണ് അത് പൂർണ്ണമായും യാഥാർത്ഥ്യമായി കേൾക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാം. അതുകൊണ്ട് എൻ്റെ അനുഭവങ്ങൾ എനിക്ക് പറഞ്ഞു തരാം. ഞാനതെന്ത് ചെയ്യും?
എൻ്റേതായ രൂപത്തിൽ ഞാനത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ അത് അറിയും. റീറൈറ്റിംഗ് യു, ഐ റൈറ്റ് മൈസെൽഫ് ആൻഡ് യു. നിന്നെ ഞാൻ ഒരു പുതുതായ രൂപത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, നിർമ്മിച്ചെടുക്കുകയാണ്. ഐ ആം സ്റ്റിൽ ഓദർ, ഞാനാണ് ഓദർ. ഓതറിറ്റി എനിക്കാണ്. ഐ ആം സ്റ്റിൽ കൊളനൈസർ, ഞാൻ ഇന്നും കോളനി നടത്തുന്ന ആളാണ്. ദ സ്പീക്കിംഗ് സബ്ജക്റ്റ് ആൻഡ് യു ആർ നൗ അറ്റ് ദി സെൻറ്റർ ഓഫ് മൈ ടോക്ക്. എൻ്റെ സംസാര വിഷയത്തിൽ ഒരു കേന്ദ്രബിന്ദു ആവാൻ നിനക്ക് പറ്റി എന്നേ ഉള്ളൂ. ഓദറും ഓദർഷിപ്പും പരമാധികാരമെല്ലാം എനിക്കാണ്. കാരണം എന്നിലൂടെ നിന്നെ കേൾക്കുമ്പോഴാണ് ജനങ്ങൾ നിന്നെ അറിയുന്നുള്ളൂ, നിനക്ക് വില കൽപ്പിക്കുന്നുള്ളൂ. മൂന്നാം കിട ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലുള്ള ജനങ്ങളുടെ റിയലായ സ്റ്റോറികൾ, കഥകൾ, എക്സ്പീരിയൻസുകളൊക്കെ പുറം ലോകം എത്തുന്നത് ഈ രൂപത്തിലാവുമ്പോഴാണ് അംഗീകരിക്കപ്പെടുന്നത്. നമുക്ക് തന്നെ തോന്നുമല്ലോ, ഒരു ബുക്ക് പബ്ലിഷ് ചെയ്താൽ ഇതിപ്പോൾ എവിടുന്നാണ്, ഇത് നൈജീരിയ പബ്ലിഷ് ചെയ്തതാണ് സങ്കല്പിക്കുക. വേറൊരു ബുക്ക് പബ്ലിഷ് ചെയ്തത് അത് ഇംഗ്ലണ്ടിൽ നിന്നാണ്. എങ്ങനെയായാലും നമ്മുടെ ഒരു ഇവാലുവേഷൻ ചെക്ക് പോകുമ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് പബ്ലിഷ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, പ്രിഫറൻസ് കൊടുക്കും. സ്വാഭാവികമാണ്. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് എല്ലാ നിലക്കും എല്ലാ തരത്തിലും വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആഫ്രിക്ക എപ്പോഴും ആ രൂപത്തിലൊക്കെ, അല്ലെങ്കിൽ ഏഷ്യൻ കൺട്രികളൊക്കെ ആ രൂപത്തിൽ പിറകോട്ട് പോകുന്നു. സത്യത്തിൽ അങ്ങനെ ഒരു പിറകോട്ട് പോക്കില്ല. ഓരോ രാജ്യത്തിനും ഇതിൻ്റേതായ കൾച്ചറും ഭാഷയും സംസ്കാരമൊക്കെ ഉണ്ട്. അതെല്ലാം മഹത്തരമാണ്. പക്ഷേ അങ്ങനെ ലോകത്ത് വന്നു കഴിഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മളിത് പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു സുപ്പീരിയോറിറ്റി വോയിസുള്ള കാണാൻ പാടില്ല. സബൾട്ടേൻ്റെ സ്റ്റോറി അതിൻ്റേതായ ചരിത്ര യാഥാർത്ഥ്യത്തോടെ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പോൾ നമുക്ക് പുതിയൊരുപാട് അറിവുകൾ കിട്ടും. ഫ്രം ദി പെർസ്പെക്റ്റീവ് ഓഫ് ദി മോസ്റ്റ് പവർലെസ് ഇൻഡിവിജ്വൽസ് ദാറ്റ് ലിവ് വിത്തിൻ ഇറ്റ് ഈസ് കൺഫൈൻസ്. ഇന്ന് സബോൾട്ടേൺ ആയവർ അവരുടേതായ ആ പരിധിക്കുള്ളിൽ ജീവിക്കുകയാണ്. യെറ്റ് വി മസ്റ്റ് റീഡ് ഇൻ ടു ദീസ് സ്റ്റോറീസ് ടെൻഡർലി. നമ്മൾ താല്പര്യത്തോടു കൂടി അവരെ പറ്റി വായിക്കണം. or else you risk further subjugating and further complicating the voice of the subaltern. അല്ല, നമ്മളിപ്പോഴും വെസ്റ്റേണൈസ്ഡ് ആയ ആളുകളാണ് എപ്പോഴും സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നത്, ലോകം അവരെ കേൾക്കുന്നുള്ളൂ, സബൾട്ടേൺ എപ്പോഴും അതിൻ്റെ താഴെയാണ് എന്നുള്ള കൺസെപ്റ്റോടെ നമ്മൾ വായിക്കുകയാണെങ്കിൽ വീണ്ടും സബൾട്ടേൺ ഒന്നും കൂടെ കീഴ്പോട്ട് പോകും. അവരുടെ സംസ്കാരവും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ എപ്പോഴും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ റീഡേഴ്സ്, എവരി റീഡർ ഇൻ ദി വേൾഡ് ഇതിനെങ്ങനെ കാണണം? അവരും ഒരു മനുഷ്യ വിഭാഗമാണ്, അവർക്കും അവകാശങ്ങളും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. ആ രൂപത്തിൽ ലിറ്ററേച്ചറിൽ മാത്രമല്ല ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വായിക്കണം. അപ്പോൾ സബൾട്ടേൺ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അതുപോലെ കൊളോണൈസർ, വെസ്റ്റേൺ ഒക്കെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ വായിക്കേണ്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള ദളിത് ലിറ്ററേച്ചറാണ്. അതിനോട് ചേർന്ന് വരുന്ന ഒരു ചർച്ച തന്നെയാണ് ദളിത് ലിറ്ററേച്ചർ. Demolition of the caste walls intended to segregate Dalits from other caste Hindus still appears in our newspapers. ഹിന്ദു വിഭാഗത്തിൽ ഇന്നും ദളിതരെ മാറ്റി നിർത്തപ്പെടുന്നൊരവസ്ഥാവിശേഷം ഉണ്ട്. ഇത് പൊളിറ്റിക്സിലുണ്ട്, ഹിന്ദു മതവിഭാഗത്തിലുണ്ട്, നമ്മുടെ ജീവിതത്തിലൊക്കെ അത് കാണാൻ പറ്റും പല സന്ദർഭങ്ങളിലായി. അതായത് ഇപ്പോഴും കാസ്റ്റിസം അതൊരു ക്രൂവൽ റിയാലിറ്റി ഇൻ അവർ കൺട്രി ആയിട്ട് നിലനിൽക്കുകയാണ്. ഇന്ത്യയിൽ റാസിസവും ഇന്ത്യയിൽ കാസ്റ്റ് സിസ്റ്റവും അമേരിക്കയിലെ റേസിസവും അതുപോലെ യൂറോപ്യൻ കൺട്രികളിലൊക്കെ അത് വളരെ, അതായത് ഒരു മനുഷ്യൻ്റെ അഭിമാനത്തെ, അവൻ്റെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യുന്ന, അടിച്ചമർത്തുന്ന യാഥാർത്ഥ്യങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ നിലകൊള്ളുന്നുണ്ട്. എറിക് എച്ച് എറിക്സൺസ് കൺസെപ്റ്റ് സ്യൂഡോ സ്പെസിയേഷൻ, അതിലെന്താ പറയുന്നത്? സൈക്കോളജി ഓഫ് ബോത്ത് ദി മാസ്റ്റേഴ്സ് ആൻഡ് ദി വിക്ടിംസ്. Certain tribes, castes or nations consider themselves superior to certain other groups. സ്യൂഡോ സ്പെസിയേഷൻ എന്താണ് ഒരു കാഴ്ചപ്പാടിൽ? കുറച്ചാൾക്കാർ മാസ്റ്റർ, കുറച്ചാൾക്കാർ അതിൻ്റെ കീഴിലുള്ളവർ, ചില ട്രൈബ്, ചില കേസ്റ്റുകൾ, ചില നേഷൻസ് അവർ ഭയങ്കര ഉന്നത ജാതിക്കാർ, അവർ ഉയർന്നവർ, ബാക്കിയുള്ളവരൊക്കെ അവരെ കീഴിൽ. ആസ് ദ ബിലീവ് ദാറ്റ് ദേ ആർ ചോസൺ ബൈ ഗോഡ്. എന്നിട്ട് ഈ വലിയ ആളുകൾ ചിന്തിക്കുകയാണ് ഇവരെ ദൈവം അതിനായിട്ട് പറഞ്ഞയച്ചതാണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് ആക്സെപ്റ്റിംഗ് ദ ഇക്വാലിറ്റി ഓഫ് ദി ഓൾ ഹ്യൂമൻ ബീയിങ്സ് ദേ ട്രൈ ടു അസേർട്ട് ദർ സുപ്പീരിയോറിറ്റി. അപ്പോൾ ഈക്വലാണ് എല്ലാവരും എന്നുള്ള ചിന്തക്കപ്പുറം ഞങ്ങൾ സുപ്പീരിയറാണ്, ബാക്കിയുള്ളവർ ഇൻഫീരിയേഴ്സ്, സുപ്പീരിയറിൻ്റെ അടിയിലുള്ള ആളുകളാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് അവർ മാറുന്നുണ്ട്. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്ന് പറയും. പിന്നെ റാൾഫ് എലിസൺ, അയാൾ US നോവലിസ്റ്റാണ്, 1914-1994. ജെയിംസ് ബോൾഡ്വിൻ പറയുന്നുണ്ട്, അയാൾ US നോവലിസ്റ്റ് തന്നെയാണ്, 1924-1987. അമീരി ബറാക്ക US റൈറ്ററാണ്, 1934-2014. ഇസ്മായിൽ റീഡ് US പോയറ്റാണ്, സ്റ്റിൽ അലൈവ്, 1938. ഇതാണ് ഈ ദളിത്
വിഭാഗവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ ബേസ് ചെയ്തിട്ടില്ല. റാഫലിസൺ, ജെയിംസ് ബോൾഡ്വിൻ, അമീരി ബറാക്കാൻ, ഇസ്മായിൽ റീഡ് ആഫ്രിക്കൻ എഴുത്തുകാരാണ്. ഇവനാണ് ആഫ്രോ അമേരിക്കൻ ലിറ്ററേച്ചറിനെ, അതായത് ആഫ്രോ അമേരിക്കൻ, ഇവർ ആഫ്രിക്കൻ ഒറിജിനാണ്, പിന്നെ അമേരിക്കയിൽ കുടിയേറി പാർത്ത് അങ്ങനെ വളർന്നു വന്നവരാണ്. അപ്പോൾ ആ ആഫ്രോ അമേരിക്കൻ ലിറ്ററേച്ചർ രണ്ടും കൂടി അതിനെ ഉയർന്ന നിലയിലേക്ക് എത്തിച്ചത് ഇവരാണ്. അപ്പോൾ ഇതുപോലെ ദളിതരായ ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി സംഘടനകളൊക്കെ നിലവിലുണ്ട്, പക്ഷേ അതൊന്നും ഈ സുപ്പീരിയറ്റിന് മുന്നിൽ വിലപ്പോകുന്നില്ല. ദളിത് ഗുഡ് ബോയ്സ് ദെയർ ബിറ്റർനെസ് എക്കേസ്ഡ് പ്രിജുഡൈസ് ആൻഡ് സോഷ്യൽ ഒപ്രഷൻ ത്രൂ ദെയർ ലിറ്ററേച്ചർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ദളിതുകാർ അവരുടേതായ കാര്യങ്ങൾ സമർത്ഥിക്കുന്നതിന് വേണ്ടി സ്വയം എഴുത്തുരംഗത്തേക്ക് ഇറങ്ങും, ദളിത് ലിറ്ററേച്ചർ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പോൾ അംബേദ്കർ വന്നു, വളരെ ഔട്ട്സ്റ്റാൻഡിങ് ആയ ലീഡറായിരുന്നു, ദളിതർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെയധികം സ്വാധീനിക്കപ്പെട്ടു. ബ്ലാക്ക് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അത് ലിറ്ററേച്ചറിലുണ്ടായിരുന്നു, അത് ജീവിതത്തിലുണ്ടായിരുന്നു. അതായത് ദളിതർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ എഡ്യൂക്കേഷന്, അവരുടെ ഫാം, അവരുടെ മീഡിയ, അതിനൊക്കെ വേണ്ടിയിട്ട്. ദളിത് പാന്തേഴ്സ് ഇൻ ബോംബായി 1922 തുടങ്ങി. അവർ സോഷ്യൽ ജസ്റ്റിസിനെതിരെ പോരാടി. അതുപോലെ ദളിത് റൈറ്റേഴ്സ് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അവരുടെ പ്രതീക്ഷകൾക്കും പ്രത്യാശകൾക്കും വേണ്ടിയിട്ട് പോരാടിയ ഒരു പ്രസ്ഥാനമായിരുന്നു. മാത്രമല്ല ദളിതിന് തുടക്കം കിടക്കുന്നത് ഗോസ് ബാക്ക് ടു 1950s സിദ്ധാർത്ഥ സാഹിത്യ സംഘ 1950 ഉണ്ടായൊരു ഗ്രൂപ്പാണത്. അത് പിന്നെ മഹാരാഷ്ട്ര ദളിത് സാഹിത്യ സംഘ എന്നായി മാറി. കാരണം അവിടെ അംബേദ്കർ വന്നതുകൊണ്ട് വളരെയധികം അംബേദ്കർ സ്വാധീനിക്കുകയും 1988 ഇവർ ബോംബെയിൽ കോൺഫറൻസ് നടക്കുകയും ചെയ്തു. ആ കോൺഫറൻസ് മൂലം ഒരുപാട് ദളിതർ ഉണരുകയും അവർ എഴുത്തുരംഗത്തേക്ക് തിരിയുകയും അവർക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം അംബേദ്കറിസം മഹാരാഷ്ട്ര ഒന്നാകെ പരക്കുകയും ചെയ്തു. അങ്ങനെ ഈ കോൺഫറൻസിൻ്റെ പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ദളിത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞ അതിൻ്റെ നിർവചനം ഉണ്ടാക്കി. ദളിത് എന്ന് പറഞ്ഞാൽ ആക്കിനർത്ഥം ഡൗൺ ട്രോഡൻ, കാരണം കീഴിൽ ചവിട്ടി മതിക്കപ്പെട്ട ആളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ഈ ദളിത് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ ദളിതരായ ആളുകൾ അവരെക്കുറിച്ച് എഴുതുന്നതിന് ദളിത് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് പോലെ തന്നെ ദളിതരല്ലാത്ത ആളുകൾ ഇപ്പോൾ യൂറോപ്യൻസ് വരെ ദളിതരെ കുറിച്ച് എഴുതിയാണ്, അതും എന്തുതന്നെയാണ് ദളിത് ലിറ്ററേച്ചറായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു. അപ്പോൾ ഒരുപാട് ലിറ്ററേച്ചർ അങ്ങനെ വന്നു, കാരണം ഒരുപാട് ആളുകൾ ദളിതരെ കുറിച്ച് എഴുതാൻ തുടങ്ങി. അപ്പോൾ ഒരു പ്രസ്ഥാനമായിട്ട് ദളിത് റൈറ്റേഴ്സ്, ദളിത് ലിറ്ററേച്ചർ അങ്ങനെ ഉയർന്ന അവസ്ഥയായിട്ട് അത് കാണപ്പെട്ടു. അതുപോലെ തന്നെ പോയിസൺഡ് ബ്രെഡ് 1992 പബ്ലിഷ് ചെയ്ത ഒരു ആന്തോളജിയാണ്, കവിതാ സമാഹാരമാണ്. ദളിത് എഴുത്തിനെ കുറിച്ചാണ്. പോയംസ് ഉണ്ട്, പ്രോസ് ഉണ്ട്, ക്രിറ്റിസം ഒക്കെ ഉള്ള ഒന്ന്. മറാത്തി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഓക്സ്ഫോർഡ് ഇന്ത്യ ആന്തോളജി ഓഫ് മലയാളം ദളിത് റൈറ്റിംഗ് എന്ന രൂപത്തിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അത് പബ്ലിഷ് ചെയ്തു. അതിൻ്റെ എഡിറ്റർമാരായിട്ട് ദാസൻ, ഡോക്ടർ പ്രദീപൻ, ഡോക്ടർ CS ചന്ദ്രിക, ഇങ്ങനെയുള്ള ഒരുപാട് ദളിത് റെപ്രസെൻറ്റേറ്റീവായ ആളുകളൊക്കെ സഹായത്തോടെയാണ് ഇതെന്ത് ചെയ്യുന്നത്, ഇറങ്ങിയത്. അത് വളരെ വലിയ വിദ്യാഭ്യാസ കുതിച്ചുചാട്ടമായിരുന്നു ദളിതർക്കിടയിൽ. മാർജിനൈസ്ഡായ ആളുകളുടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കാനൊക്കെ ഇത് സഹായകമായി. അതുപോലെ തന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് എ കളക്ഷൻ ഓഫ് ദളിത് റൈറ്റിംഗ്സ് ഇൻ ഡിഫറെൻറ്റ് ജെൻഡർ, വ്യത്യസ്ത രൂപത്തിൽ, അതായത് പോയട്രി, ഷോർട്ട് സ്റ്റോറി, നോവൽ, ബയോഗ്രഫി, നാടകം, ഇതുപോലെ ക്രിറ്റിക്കൽ എസ്സേസ്, ഇങ്ങനെയുള്ള 37 റൈറ്റേഴ്സിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് ഉണ്ടായ ഒരു പ്രസ്ഥാനമായിട്ടത് മാറി. എന്നാൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ ഒന്നായിട്ട് മാറി ദളിത് ലിറ്ററേച്ചർ. അപ്പോൾ സബൾട്ടേണും ദളിതും അതിങ്ങനെ ഏറെക്കുറെ അടുത്ത് വരുന്നതാണ്. പക്ഷേ രണ്ടും പിൽക്കാലത്ത് സമൂഹത്തിൻ്റെ ഉയർന്ന നിലവാരത്തിലേക്ക് എത്തി. കാരണം സമൂഹം പിന്നൊന്ന് മാറി. എഴുത്തുകാരനാണ് അല്ലെങ്കിൽ കഴിവുള്ള ആളാണെങ്കിൽ അംഗീകരിക്കപ്പെടുന്നൊരവസ്ഥ വിശേഷം ഉണ്ടായി. അപ്പോൾ അതാണ് രണ്ടും കൂടെ ചുരുക്കി മനസ്സിലാക്കേണ്ടത്. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. പിന്നെ ഡിഫറൻസൊക്കെ ഉണ്ടെങ്കിൽ പൊതുവെ ഒരുപാട് വിഷയം നമ്മൾ ചർച്ച ചെയ്ത് പറയാനുള്ളതാണ്. ഒരുപാട് ഇതിനെ ചുറ്റിപ്പറ്റി പറയേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിപ്പോൾ നമുക്ക് വോയിസ് ആകുമ്പോൾ അതിന് പരിധി ഉണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മാത്രം പറയാണ്. ഏതായാലും മനസ്സിലാക്കുക. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ അത് നമ്മളെ ഗ്രൂപ്പിലൊക്കെ ചർച്ച ചെയ്യാം. ഓക്കെ, അസ്സലാമു അലൈക്കും.